പ്രിയമുള്ളവർക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഭാതത്തിൻ്റെ സുഖമുള്ള കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. തേൻ നുകരാൻ പറന്നെത്തുന്ന പൂമ്പാറ്റകളും അന്നം തേടി പറന്നകലുന്ന പക്ഷികളും എല്ലാം കൊണ്ടും നല്ല ഒരു ഫ്രഷായ സമയമാണ് പുലരി. രണ്ടു കൈകളും നീട്ടിപ്പിടിച്ച് നമുക്ക് കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കി ഒന്ന് കറങ്ങിത്തിരിയാം. ചെറിയൊരു സന്തോഷത്തിൻ്റെ പുഞ്ചിരി നമ്മുടെ മുഖത്ത് പറന്നെത്തുന്നില്ലേ? തഴുകി തലോടിപ്പോകുന്ന കുഞ്ഞിളം കാറ്റിൻ്റെ കുസൃതിയുള്ള തലോടൽ, ശരീരം മൊത്തം കുളിരണിയിച്ച് പറന്നകലുന്ന കാറ്റിനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? ഇല്ല, നിങ്ങൾക്കൊട്ടും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. പ്രകൃതിയെയും കാറ്റിനെയും കിളികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അവരുടെ മനസ്സും വളരെ കൂളായിരിക്കും. മുഖത്തെപ്പോഴും ചെറിയൊരു പുഞ്ചിരി ബാക്കിയുണ്ടാവും. അവർ ഈ പ്രകൃതിയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പുലരുന്നതും വെയിലുദിക്കുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടേയിരിക്കും. വർണ്ണിച്ചാൽ ഞാൻ അങ്ങനെ പോവും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. രാവിലത്തെ ജോലിയാണ് ഈ പഴുത്ത ഇലകൾ പൊറുക്കിയിടുക എന്നത്. ഈ ജോലിക്കിടയിൽ ഞാൻ നിങ്ങളോടെല്ലാവരോടും ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഇതെൻ്റെ ഒരു അപേക്ഷ കൂടിയാണ്. എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരി സന കിച്ചൺ, അവളുടെ ചാനൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. 1K സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ ചാനൽ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദന കാരണം അവൾ എന്നോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പുതിയൊരു ചാനൽ അവൾ തുടങ്ങിയിട്ടുണ്ട്. എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമായാണ് നമ്മൾ 1K സബ്സ്ക്രൈബർ തികയ്ക്കുന്നത്. അതുകൊണ്ട് നല്ലവരായ നിങ്ങൾ അവളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പുതിയതായി തുടങ്ങിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ആദ്യത്തെ കമൻറ്റുമായി ഞാൻ ചേർക്കാം. നിങ്ങളോട് കത്തിവെച്ച് തീരുന്നതിന് മുമ്പേ പാൽക്കാരൻ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും പാൽക്കാരൻ എത്തുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ പഴുത്ത ഇലകൾ പൊട്ടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രൂൺ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഓരോ ജോലികളായിരിക്കും. മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും എനിക്കിത് വലിയ ഭ്രാന്ത് തന്നെയാണെന്ന്. ശരിക്കും എനിക്ക് പ്രകൃതിയോടും ചെടികളോടും പൂക്കളോടും പക്ഷികളോടുമൊക്കെ അടങ്ങാത്ത പ്രണയം തന്നെയാണ്. അതിനെ ഭ്രാന്തെന്ന് വിളിക്കുന്നവരുമുണ്ട് കേട്ടോ. എനിക്കതിലൊട്ടും വിഷമവുമില്ല. എനിക്കെൻ്റെ ചുറ്റുപാടുകളും എൻ്റെ വീടും ഒക്കെയാണ് ഭൂമിയിലെ സ്വർഗം. ഞാൻ ആ സ്വർഗത്തിൽ ആനന്ദലഹരിയിൽ ആടിത്തിമിർക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ കുറച്ച് കുഞ്ഞു സുന്ദരിമാരെ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാം. പൊള്ളയായ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഒട്ടനവധി ആളുകൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചെടിയാണ് യൂഫോർബിയ. എന്നാൽ ഞാൻ അവയെ വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ വീട്ടിൽ വളർത്തുന്നത്. എൻ്റെ കയ്യിൽ ഒട്ടനവധി വെറൈറ്റികൾ ഈ ഒരു ചെടിയുടേതായി തന്നെയുണ്ട്. വർണ്ണശോഭയോടെ വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ നമ്മളെ എന്ത് ചെയ്യാനാണ്? ഇന്ന് ഞാൻ ഇവരുടെ ഒരു സംരക്ഷണ വീഡിയോയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയമാണ് യൂഫോർബിയ ചെടി പ്രൂൺ ചെയ്യാൻ നല്ലത്. മഴയെല്ലാം മാറി വെയിൽ ഉദിച്ച ഈ ഒരു സമയത്ത് നമുക്ക് നല്ല വെയിൽ തട്ടുന്നതും വെള്ളം തട്ടാത്തതുമായ ഒരു ഭാഗത്തേക്ക് യൂഫോർബിയ ചെടികളെ മാറ്റിവെക്കാം. നന്നായി വെട്ടി ചെറുതാക്കിയ ശേഷം ചുറ്റും മണ്ണ് നന്നായി ഇളക്കി കൊടുക്കുക. മണ്ണ് നന്നായി ഇളക്കിയതിന് ശേഷം വെട്ടിയിട്ട കമ്പുകൾ കാലിയായ ഭാഗത്ത് തന്നെ നമുക്ക് നട്ടുകൊടുക്കാം. അങ്ങനെയാണ് യൂഫോർബിയ ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ കഴിയുക. അതിനുശേഷം കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേയില ചണ്ടിയും അതുപോലെ മുട്ടയുടെ തൊണ്ടും കമ്പോസ്റ്റും ചേർത്താണ് ഞാൻ വളം തയ്യാറാക്കിയിട്ടുള്ളത്.
കുറേ ചട്ടികൾ ഉണ്ടായ കാരണം ഞാൻ കുറേശ്ശെയാണ് ഇവർക്ക് വളം കൊടുക്കുന്നത്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് ഇവർക്ക് വളം ചെയ്യുന്നത്. പ്രൂണിങ്ങും വളം ചേർക്കലും തൈ നടലും എല്ലാം കഴിഞ്ഞ് മുറ്റമൊക്കെ വൃത്തിയാക്കുകയാണ്. യൂഫോർബിയ ചെടികൾ തല നീണ്ടു നിവർന്ന് മേലോട്ട് പോകുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് നിർത്തലാണ് ആ ചെടിയുടെ ഭംഗി. എന്തിനാണ് ചട്ടിയുടെ അടിയിലൊക്കെ ട്രേ വെച്ചിട്ടുള്ളത് എന്ന് കമൻറ്റിലൂടെ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടികളുടെ അടിയിലെല്ലാം ട്രേ വെച്ചിട്ടുണ്ട്. വെള്ളം താഴേക്കൊഴുകി മുറ്റം വൃത്തികേടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. വെട്ടലും ഒതുക്കലും എല്ലാം കഴിഞ്ഞു വൃത്തിയാക്കാൻ വേണ്ടി ഒരല്പം മഴയും പെയ്തു. വെട്ടിയൊതുക്കി നിർത്തിയ എൻ്റെ യൂഫോർബിയ തൈകൾ വളരെ മനോഹരമായിട്ടുണ്ട്. ആരവാരങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായി പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. മഴയിൽ കുതിരുന്നതിന് മുമ്പ് ഞാൻ അവയുടെ ഫോട്ടോസൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര മനോഹരികളായ പൂക്കൾ വിരിയുന്ന യൂഫോർബിയ ചെടികളെയാണ് നമ്മൾ ഓരോ തെറ്റിദ്ധാരണയുടെ പേരിലും വെട്ടിമാറ്റിയത്. വെള്ളം കൊടുത്തില്ലെങ്കിലും വെയിൽ തട്ടുന്ന ഭാഗത്ത് വെച്ചാൽ തന്നെ നല്ലവണ്ണം പൂക്കൾ തരുന്ന ചെടികളാണ് യൂഫോർബിയ. അതും ആഴ്ചകളോളം ഒരു കേടും കൂടാതെ വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരിമാർ. വലിപ്പവും ചെറുപ്പവും കളറിലും ഒക്കെ വ്യത്യാസമുള്ള ഭംഗിയാർന്ന പൂക്കൾ. നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ഡിഫൻബാച്ചിയ ചെടികളെ തരുന്ന അത്ര പോലും ഹാംഫുള്ളായി നമുക്ക് ഈ ചെടികൾ ഒരു ദോഷവും ചെയ്യുന്നില്ല. കാര്യകാരണങ്ങളില്ലാതെ ശിക്ഷിക്കപ്പെട്ട ഈ പാവം സുന്ദരിക്കുട്ടികൾക്ക് എന്നും എൻ്റെ ഗാർഡനിൽ ഒരു സീറ്റ് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എൻ്റെ ഗാർഡനിലെ മനോഹരികളായി അവർ എന്നും നിലനിൽക്കും. പ്രകൃതിയെക്കുറിച്ചും യൂഫോർബിയ ചെടികളുടെ പരിചരണത്തെക്കുറിച്ചും പറഞ്ഞ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഒരു ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും വ്യത്യസ്തമായ വീഡിയോസുകളൊക്കെ കൊണ്ടുവരാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.